സമുന്നതമായൊരു വ്യക്തിത്വമായിട്ട് നമുക്കെങ്ങനെ മാറാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് ഞാൻ കേൾക്കുകയായിരുന്നു. ഒരു ആധുനിക കാലത്ത് കുട്ടികൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നല്ല വ്യക്തിത്വങ്ങളായി മാറുന്നില്ല, അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ ടോക്കിൽ ഉടനീളം കേട്ടൊരു കാര്യം, ഇന്ന് പലപ്പോഴും നമുക്ക് നല്ല മാതൃകകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തിലെ ഔന്നത്യത്തിൻ്റെ കുറവ്, സമൂഹത്തിലെ ഉന്നതമായ വ്യക്തിത്വങ്ങളുടെ കുറവ്, മാതൃകകളുടെ കുറവാണ് തലമുറയെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ സമുന്നത വ്യക്തിത്വത്തിലേക്ക് യാത്രയാവാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, സമൂഹത്തിലെ എല്ലാ ശ്രേണിയിലും, പ്രത്യേകിച്ച് മനുഷ്യനുമായി ഇടപെടുന്ന എല്ലാ ശ്രേണിയിലും നിൽക്കുന്നവർക്കുണ്ട്. അത് രാഷ്ട്രീയമായാലും മതമായാലും സാമൂഹിക പ്രവർത്തനമായാലും. അപ്പോൾ ഒരു സമുന്നത വ്യക്തിത്വത്തെ, ഒരു ജ്ഞാനിയായ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ട ചില ചിന്തകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളോട് ഇടപെടുന്ന മനുഷ്യരൊക്കെ നല്ല വ്യക്തിത്വമുള്ളവരും നല്ല ക്വാളിറ്റീസ് ഉള്ളവരും ഒക്കെ ആകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം താമസിക്കുന്നവരായാലും, നമ്മുടെ മക്കളായാലും, നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന മനുഷ്യരായാലും, നമ്മൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള മനുഷ്യരായാലും ഒക്കെ വളരെ നൈസായിരിക്കണം, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കണം, വളരെ ഡീസൻ്റ് ആയിരിക്കണം എന്നൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ഇതേ പ്രതീക്ഷ മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കുകയും നമ്മൾ മറ്റുള്ളവരെങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളും ആയിത്തീരുക എന്നുള്ളത് നമ്മളുടെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മളോടൊപ്പം തന്നെ നിരന്തരമായി നടക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തിത്വ വികസനം. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ബന്ധങ്ങളെയും, എല്ലാ റിലേഷൻഷിപ്പിനെയും മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം നമ്മളുടെ തിങ്കിങ്ങിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ വ്യക്തിത്വത്തിൽ ആവശ്യങ്ങളുള്ള മാറ്റങ്ങൾ വരുത്തുക, കാഴ്ചപ്പാടിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, വളരെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായി തീരാനുള്ള ചില കാര്യങ്ങളാണ്. ഞാനിങ്ങനെ വായിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയതുകൊണ്ട്, തീർച്ചയായിട്ടും അത് എനിക്ക് ബോധ്യവുമുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസുമായിട്ട് തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളിൽ ഒരുപാട് ഇംപെർഫെക്റ്റ്നെസ് ഉണ്ടായിരിക്കും. നമുക്കാർക്കും പെർഫെക്റ്റ് ആകാനായിട്ട് സാധിക്കില്ല. നിരന്തരമായി നമ്മളുടെ ക്വാളിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, നമ്മളുടെ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ പെർഫെക്റ്റ് പാരൻ്റ് ഇല്ല, വി ക്യാൻ ബിക്കം എ ഗുഡ് പാരൻറ്റ്. ഒരു പെർഫെക്റ്റ് ടീച്ചറില്ല, വി ക്യാൻ ഓൾവേസ് ബിക്കം എ ഗുഡ് ടീച്ചർ. ഒരു പെർഫെക്റ്റ് ചൈൽഡ് ഇല്ല, ഒരു നല്ല കുട്ടിയാവാനായിട്ട് സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ പെർഫെക്ഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ദോഷമാകാതിരിക്കാൻ ഒരു ക്വാളിറ്റിയുള്ളൊരു മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കും. ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യൻ അവനവൻ്റെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് കൂടെ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് ദോഷമാണെങ്കിൽ അത്തരം ആക്ഷനിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയും ചെയ്യും. ഇതാണൊരു ക്വാളിറ്റി. നേരെ മറിച്ച് ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ആസ്വാദനം ആണ് അവർക്ക് ഏറ്റവും പ്രധാനം. അത് മറ്റുള്ളവർക്ക് എന്ത് ദോഷം ഉണ്ടാക്കുന്നു എന്നുള്ളത് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു, വളരെ എഡ്യൂക്കേറ്റഡ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അയാൾ ഇങ്ങനെ ഈ വർഗീയ വിഷം ഇങ്ങനെ വിളമ്പി നടക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഭയങ്കര മാന്യനായിട്ട് ഡീസൻ്റായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പുള്ളി ഒരു കൂട്ടത്തിനിടയിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ വിഷം ചീറ്റലാണ്. അത് കേട്ടിട്ട് അരോചകമായ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറിപ്പോകുന്നതും കാണുന്നുണ്ട്. അത് ആസ്വദിക്കുന്ന ചില അതേ അവസ്ഥയുള്ള, ജീർണിച്ച അവസ്ഥയുള്ള കുറേ ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടു. പക്ഷേ അദ്ദേഹം ഒരു വക്കീലാണെന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മൾ ഒരു സമൂഹത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഈ മനുഷ്യനൊന്നായി ജീവിച്ചതിൻ്റെ ഒക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ സമൂഹത്തിൽ കിട്ടിയവരാണ്. അതിൻ്റെ ഒത്തിരി ബെനിഫിറ്റുകൾ കിട്ടിയവരാണ്. നമ്മൾ പഠിച്ചതുപോലും ചിലപ്പോൾ നമ്മുടെ ഉള്ള ഒരു സ്കൂളിലായിരിക്കത്തില്ല. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നമ്മുടെ മതത്തിലുള്ളവരായിരുന്നിരിക്കില്ല. നമ്മളെ നോക്കിയ ഡോക്ടർമാർ പലരും നമ്മുടെ മതത്തിലുള്ളവരായിരുന്നിരിക്കില്ല. നമുക്ക് ഓരോ ക്രിട്ടിക്കൽ സാഹചര്യത്തിലും നമ്മളെ സഹായിച്ചവരൊക്കെ മറ്റു മതങ്ങളിലും ജാതിയിലും ഒക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ ഇതൊക്കെ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തം നേട്ടങ്ങൾ, ചില നേട്ടങ്ങളിൽ, ചില സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി മാത്രം കുറേ വിഷം കലക്കി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ
ഇത്തരം ആൾക്കാരൊക്കെ സമൂഹത്തിൽ എങ്ങനെയായിരിക്കും പെടുക എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത്. അല്ലാതെ നമുക്കെല്ലാവരെയും ഇങ്ങനെ ബഹുമാനിപ്പിക്കാൻ പറ്റത്തില്ല. അതൊരു രോഗാവസ്ഥയാണ്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്ന പഴയ രാജഭരണകാലത്തൊക്കെ ശരിയാണ്, പേടി കൊണ്ട്. ഇന്ന് ആ പേടിയുടെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നമുക്ക് അധികാരവും നമുക്ക് സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ചിലരെയൊക്കെ ബലം പ്രയോഗിച്ച് ബഹുമാനിപ്പിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അധികാരം പോകുന്ന ദിവസം, അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഭീകരമായ തിരിച്ചടികൾ ലഭിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാർ പൊതുവെ കുറഞ്ഞ മനുഷ്യരാണ് എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കണം. അതുപോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാകില്ല. അത് പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അവർക്ക് റിജക്ഷൻസും തോൽവികളും ഒന്നും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഇതിനിടയിലൊക്കെ സംഭവിക്കും. അതും കൂടെ ചേർന്നതാണ് ലോകം. എല്ലാം നമുക്ക് അനുകൂലമായി വരണം, അല്ലെ അതാണ് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ ധരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് അതീതമായ ചില ഫോഴ്സസ് ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. അപ്പം നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്താലും അതിനപ്പുറമായ ചില ശക്തികളൊക്കെ ലോകത്തുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരും, ചില കാര്യങ്ങളൊക്കെ ഫെയിലിയറായിട്ട് വരും. പിന്നെ ഒരു ലോങ് റണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് ആ നെഗറ്റീവായിട്ടും ഫെയിലിയറായിട്ടും ഒക്കെ വന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബെനിഫിറ്റ്സിനായിരുന്നു എന്നുള്ളത് വി മേ ബി ലേണിംഗ് ഇറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അത് പലപ്പോഴും നമുക്ക് ജീവിതം പുറകോട്ട് നോക്കിയേ പഠിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മാറ്റങ്ങളെന്ന് പറയുന്നത് നാച്ചുറലാണ്. മാറ്റങ്ങളുണ്ടാവും, മാറ്റങ്ങൾ വേണം. മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നാറ്റമാണ്. അപ്പോൾ മാറ്റങ്ങളുണ്ടാവണം. മാറ്റങ്ങളുണ്ടാകുന്നതിനെ എന്തിനാണ് പേടിക്കുന്നത്? കുട്ടികൾ മാറുന്നു എന്നോർത്തിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഒരു അമ്മ എന്നോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയും എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് ഇടപെടുകയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം അവനിപ്പോൾ ഫ്രണ്ട്സൊക്കെ ഒത്തിരി കൂടിയിരിക്കുകയാണ്, അവൻ എന്നോട് സംസാരിക്കാൻ ടൈമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഒരു പിയർ ഗ്രൂപ്പിലേക്ക് ഷിഫ്റ്റ് ആകേണ്ട പ്രായമായി. അത് വളരെ നോർമലാണ്, അങ്ങനെ സംഭവിക്കണം. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അഭിമാനം ഉണ്ടാവുകയാണ് വേണ്ടത്. എൻ്റെ മകനോ മകളോ പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമാണ് നമുക്കെല്ലാവരുമായിട്ടും കുറച്ചുകൂടെ വലിയ ഒരു എക്സ്റ്റെൻഡഡ് വേൾഡിലേക്ക് ആ കുഞ്ഞുങ്ങൾ വളർന്ന് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ അത്തരം സമയത്ത് ഈ പിയർ ഗ്രൂപ്പിലേക്കുള്ള ഷിഫ്റ്റൊക്കെ അറസ്റ്റ് ചെയ്ത് കുട്ടികളെ ഈ ട്യൂഷനും കോച്ചിങ്ങും മാത്രം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നവർ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലൊക്കെ അവരെ എത്തിക്കാൻ സാധിക്കുമെങ്കിലും അവർ ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ, സുഹൃത്ത് ബന്ധങ്ങളില്ലാതെ, വ്യക്തിബന്ധങ്ങളില്ലാതെ, സാമൂഹിക ബന്ധങ്ങളില്ലാതെ അവർ പിന്നീടുള്ള ജീവിതത്തിൽ നരയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമാണ്. നമുക്ക് ജോലി ചിലപ്പോൾ നഷ്ടപ്പെടും. ജോലി നഷ്ടപ്പെടുമ്പോൾ അതിനെ ഒരു ലോസായിട്ട് കാണാതെ ഇറ്റ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ ചേഞ്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ മേഖലകൾ കണ്ടെത്തി നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങൾ, നമ്മുടെ കൂടെയുള്ള ചില ആൾക്കാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടെന്നിരിക്കും. ആ മാറ്റങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. കാരണം മാറ്റം മാത്രമാണ് മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു സത്യം. അത് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മൾ എടുക്കുന്ന ചില നിലപാടുകളും നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്ന ചില ചോയ്സുകളുമാണ്. അല്ലാതെ ഇത് വിധിയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് നമ്മൾ ഒരിക്കലും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങൾക്കെല്ലാം കാരണം ഞാൻ കൃത്യമായി എടുത്ത ചില തീരുമാനങ്ങളാണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇതൊരു ക്വാളിറ്റിയുള്ളൊരു പേഴ്സൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ അക്സെപ്റ്റ് ദ കോൺസിക്വൻസസ്. ഞാനെടുത്ത തീരുമാനമാണ്, അത് ഇങ്ങനെ ആയിപ്പോയി, കുഴപ്പമൊന്നുമില്ല. ഞാനെടുത്ത ഒരുപാട് തീരുമാനങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനെടുത്ത പല തീരുമാനങ്ങളും വലിയ അബദ്ധങ്ങളായി പോയിട്ടുണ്ട്. പക്ഷേ ചില തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് എനിക്ക് നേട്ടമായി വന്ന എല്ലാ കാര്യങ്ങളും ചില തീരുമാനങ്ങളിലൂടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതൊന്നും യാദൃശ്ചികമല്ല, ഇതൊന്നും വിധിയല്ല, ഇതൊന്നും ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകൾ ഒക്കെ അനുസരിച്ചാണ് ജീവിതത്തിലെ പല ഔട്ട്കമും നമുക്കുണ്ടാകുന്നത്. അത് ചിലപ്പോൾ അതിനെ ചിലർ സക്സസ് എന്ന് വിളിക്കും, ചിലർ അതിനെ ഫെയിലിയർ എന്ന് വിളിക്കും. പക്ഷേ ചില ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് സക്സസ്സിനേക്കാളും വളരെ ഉന്നതമായ കാര്യങ്ങളാണ്. അതുപോലെ
മറ്റുള്ളവർക്കും ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കൂടെ റെസ്പെക്റ്റ് ചെയ്യുക. എംപതി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് എ ജെൻറൽ പേഴ്സൺ. ഒരു നോബിൾ പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് എംപതറ്റിക്കലാകുക എന്നുള്ളത്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക, നമ്മുടെ വികാരങ്ങളെയൊക്കെ ചില സമയത്ത് നിയന്ത്രിച്ച് നിർത്തുക. ഒരു സെൽഫ് കൺട്രോളും ഒരു എംപതിയും വളരെ ആവശ്യമാണ്. അപ്പം അത് ഒരു എംപതി ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ഉയർന്ന ക്വാളിറ്റിയുള്ള, അല്ല നമുക്ക് തോന്നുന്ന പോലെ എല്ലായിടത്തും അങ്ങ് പെരുമാറുക, തോന്നുന്ന പോലെ എല്ലാവരോടും ഇടപെടുക. അവർക്ക് എന്ത് തോന്നും, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നും, ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും, തീർച്ചയായിട്ടും അതും കൂടെ റെസ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി കൂടുന്തോറും നമ്മൾ ഹ്യൂമിലിറ്റി കൂടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ, ആ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വളരെ താഴ്മയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, റെസ്പെക്റ്റോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിഗളിക്കത്തില്ല. ഞാൻ പലയിടത്തൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ, അവിടെയൊക്കെ ചില അധ്യാപകരൊക്കെ ഭയങ്കരമായ ഒരു അരഗൻസൊക്കെ പലപ്പോഴും കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ള ധാരണയാണ്, സത്യം എന്തോ ആണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും ഭരണാധികാരികളൊക്കെ വളരെ അവരെയൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കണം ഇങ്ങനെ വിളിക്കണം എന്ന് ഒരു നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഒരു രോഗാതുരമായ അവസ്ഥയാണ് പലരുടെയും അവസ്ഥ. ഒരു MBA കണ്ടു, പുള്ളി സിനിമാ നടൻ MBA ആയ ആളാണ്. പുള്ളി ഒരു രാജാവിനെ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ. ആ സിനിമയിൽ നിന്ന് ഇപ്പോഴും വിട്ടു വന്നിട്ടില്ല. അതൊക്കെ മാറ്റി കുറച്ചുകൂടെ എളിമയായിട്ട് സ്നേഹമായിട്ടൊക്കെ ഇടപെടാമെങ്കിൽ അവരുടെ തന്നെ മൂല്യം കൂടും. നമ്മൾ ഇതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. നമ്മൾ ക്വാളിറ്റിയോടെ മനുഷ്യരോട് ഇടപെടുമ്പോൾ അതേ ക്വാളിറ്റിയിൽ നമുക്കും റെസ്പെക്റ്റും ആ ഒരു എല്ലാം നമുക്ക് കിട്ടും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ഈ മറ്റ് അഭിപ്രായങ്ങളെ മാനിക്കാൻ കഴിയണം, അത് ആവശ്യമാണ്. നമുക്ക് നമ്മളുടെ തീരുമാനങ്ങളെ എല്ലാവരും അംഗീകരിക്കുക, നമ്മൾ പറയുന്നതിനെ എല്ലാവരും അംഗീകരിക്കുക. അങ്ങനെ ഒരു സമൂഹത്തെയാണ് നമ്മൾ ചുറ്റും കാണുന്നതെങ്കിൽ നമുക്കൊരു ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല. നമ്മളോട് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, നമ്മളോട് എതിർപ്പുകൾ പറയുന്ന, നമ്മളോട് വ്യത്യസ്തമായ ഫീഡ്ബാക്കുകൾ പറയുന്ന, നമ്മളോട് ഡിസഗ്രി ചെയ്യുന്ന ഒക്കെ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണം. ഒരു വീട്ടിലെല്ലാം അപ്പൻ പറയുന്നത് മാത്രം എല്ലാവരും അങ്ങ് കയ്യും കെട്ടി നിന്ന് അനുസരിക്കുകയാണെങ്കിൽ വരുന്നൊരു കുഴപ്പം, ഈ അപ്പൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളെല്ലാം അവിടെ പ്രിവെയിൽ ചെയ്യുകയും ആ കുടുംബം വളരില്ല. ഒരു രാജ്യത്ത് എല്ലാം ഭരണാധികാരികൾ ഒരു ക്രിറ്റിസിസവും നേരിടാൻ തയ്യാറാവാതെ തീരുമാനിക്കുകയാണെങ്കിൽ ആ രാജ്യം വളരില്ല. ഒരു രാജ്യം വളരണമെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് പരിപോഷിപ്പിക്കപ്പെടണം, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ചെയ്യപ്പെടണം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളോട് സംവാദിക്കാൻ കഴിയണം, ഡിസൻ്റ് ആവശ്യമാണ്. ഇതൊക്കെ ഉള്ള ഒരു സമൂഹമാണ് വളരുന്നത്. അത് സ്ഥാപനങ്ങളായാലും രാജ്യമായാലും കുടുംബമായാലും മറ്റുള്ള ഒപ്പീനിയൻസ് ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പീനിയൻസ് കൊണ്ട് പോസിറ്റീവായിട്ട് പെരുമാറേണ്ടത് ഒരു ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ആൻഡ് വല്ലപ്പോഴും ഒക്കെ എങ്കിലും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. എല്ലാം തികഞ്ഞ ഒരു മനുഷ്യരുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഞാൻ വിളിച്ചു. കാരണം ഗാർഡനൊക്കെ നമുക്ക് വേണമെങ്കിലും ചെയ്യാം, അല്ല കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ ഒരാളുടെ ഹെൽപ്പ് എടുത്തു. ഒരു പ്രൊഫഷണലായിട്ട് ഒരാളിനെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിനെ ഒന്ന് കൺസൾട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചത്, സാർ എന്ത് മേഖലയിലുള്ള ആളാണ്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇത്തരത്തിലുള്ള മേഖലയിലുള്ള ഒരാളാണ്. എനിക്ക് സാറിനെ പോലെ ഒരാളിനെ ആവശ്യമുണ്ട്. എനിക്കത് സാറിനെ ഞാൻ പരിചയപ്പെട്ട ഒത്തിരി സന്തോഷം. അപ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്, നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ആ രംഗത്ത് അറിവുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ഹെൽപ്പ് എടുക്കാം. അപ്പോൾ അത് ഏറ്റവും നല്ലതാണ്. നമുക്കൊരു ഫിസിക്കലായിട്ടൊരു പ്രശ്നം വന്നു, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. എൻ്റെ മകനെ ഒരു കാലിനൊരു പ്രോബ്ലം വന്നപ്പോൾ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം അവൻ്റെ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുക, അത് ഫ്യൂച്ചറിൽ വരാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും വളരെ കൃത്യമായിട്ട് അവനതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുകയും എല്ലാം സ്വന്തമായിട്ട് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ പല അപകടങ്ങളും സംഭവിക്കുക. എനിക്കെല്ലാം അറിയാമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നും അറിയില്ല എന്നുള്ളത് തന്നെയാണ്.
വാസ്തവം. അതുപോലെ നമുക്ക് ഈ ശരിയായ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസിസിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. പലരും വിചാരിക്കുന്ന ഈ കൂടി നിൽക്കുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണെന്നാണ്. ഒരിക്കലുമല്ല. ആൾക്കൂട്ടം ഒരു സുഹൃത്തുക്കളല്ല. നമുക്ക് നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ആനന്ദത്തിലും നമ്മുടെ ആഘോഷങ്ങളിലും ഒക്കെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്നത് വളരെ അപകടമാണ്. യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയണേ നിങ്ങളൊരു ക്രിട്ടിക്കൽ ഇഷ്യൂവിൽ ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ. അതുപോലെ തന്നെ ഹാർഡ് വർക്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ, ഏതെങ്കിലും ടഫായിട്ടുള്ളൊരു കാര്യത്തെ മറികടക്കണമെങ്കിൽ, ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് വിജയിച്ച് കയറണമെങ്കിൽ അതിന് കഠിനമായ അധ്വാനം തന്നെ ഉണ്ടായേ പറ്റുള്ളൂ. കുറുക്കുവഴികളില്ല. ഇന്ന് കുട്ടികളെല്ലാം കുറുക്കുവഴികളൊക്കെ തേടുന്ന ഒരു പുതിയ രീതികളൊക്കെ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആരാണ് ഉറക്കളച്ചിരുന്ന് അതിനുവേണ്ടി ഫോക്കസ്ഡായിട്ട് കഷ്ടപ്പെടുന്നത് അവരോടൊത്ത് നമുക്കൊരിക്കലും മത്സരിക്കാനായിട്ട് പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായ ഒരു ടോക്കിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഈ പരാജയപ്പെടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതോ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്ന് ശ്രമിക്കാൻ പോലും തയ്യാറാകാത്ത, ഒന്ന് അധ്വാനിക്കാൻ പോലും തയ്യാറാകാത്ത, ഒന്ന് ഫോക്കസ്ഡായി നിൽക്കാൻ പോലും തയ്യാറാകാത്ത ആയിരങ്ങളുടെ ഇടയിൽ സ്ഥിരമായ ശ്രമമുള്ള നമ്മൾ ഇപ്പം തന്നെ വിജയിച്ചാണ് നിൽക്കുന്നത്. ഒരു സംശയമില്ല, നമ്മൾ പൂർണ്ണമായും അധികം താമസിക്കാതെ വിജയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വർക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ വലിയ മനുഷ്യരുടെയും ഒരു പ്രത്യേകത, ദേ ലേൺ ഫ്രം മിസ്റ്റേക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു വിഡ്ഢിയായ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കാത്ത, ചതികളിൽ നിന്ന് പഠിക്കാത്ത, തെറ്റായ മനുഷ്യരിൽ നിന്ന് പഠിക്കാത്ത, വീണ്ടും വീണ്ടും കൊണ്ടുപോയി നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ തലവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്തരം വീഴ്ചകളിൽ പോയി വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ മനുഷ്യരാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നതാണ്. മിസ്റ്റേക്കുകളിൽ നിന്ന് ലേൺ ചെയ്യാത്തവരെ നമുക്ക് ഒരിക്കലും ഒരു മികച്ച വ്യക്തിത്വം എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഫൈനലി ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഗ്രോത്തും റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ചേ പോവുള്ളൂ. നമുക്ക് വിജയിക്കണമെങ്കിൽ, വളരണമെങ്കിൽ, ഉന്നതമാകണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറാവണം. റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് വലിയ ആളാവണം, എനിക്ക് മികച്ച വ്യക്തിത്വമാകണം, എനിക്ക് വലിയ സാധ്യതകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങളുടെ ഗ്രോത്ത് ഈസ് ഈക്വൽ ടു ദ റെസ്പോൺസിബിലിറ്റി യു ആർ റെഡി ടു ടേക്ക്. അപ്പോൾ നമ്മൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, മാഡം ഇത് ചെയ്യാമോ, യെസ് ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഗ്രോത്തിനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓരോ റെസ്പോൺസിബിലിറ്റിയും, ഓരോ പ്രോജക്റ്റുകളും, ഓരോ വെഞ്ചറുകളും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്കിൽഫുള്ളായി മാറുന്നു, നമ്മൾ കൂടുതൽ ടഫൻഡ് ആവുന്നു, നമ്മൾ കൂടുതൽ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഉയരുന്നു. അപ്പോൾ കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, കഴിയുന്നത്ര കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടിറങ്ങുന്ന ആൾക്കാരാണ്, കഴിയുന്നത്ര കാര്യങ്ങളെ ലീഡ് ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ വളരുന്നത്. അവരെ ആർക്കും ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി തീരാൻ, ഒരു വളരെ വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനായി തീരാൻ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം. ഇത് എനിക്ക് നല്ലതെന്ന് തോന്നി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മക്കൾക്കൊക്കെ ഈ ക്വാളിറ്റിയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മക്കൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം. നമ്മുടെ എംപ്ലോയീസിലേക്കൊക്കെ ഈ ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ കൊണ്ടുവന്നാൽ നമ്മുടെ എംപ്ലോയീസൊക്കെ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആവും. ഉണ്ടാവണമെങ്കിൽ ബോസ് ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ബോസ്സായിരിക്കണം. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ രംഗത്തിനൊക്കെ കുറേ കൂടെ ഒരു തിളക്കം കൂടും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. വീഡിയോസൊക്കെ കുറേ കൂടെ ആൾക്കാരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് ആവശ്യമാണ്. കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണം. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ വളരെ നല്ല പുതിയ ചിന്തകളുമായിട്ട് വീണ്ടും വരും. സന്തോഷവും സമാധാനവും നേരുന്നു. ഹാപ്പി ലിവിങ്.